ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ക്ലിപ്പുമായിട്ടാണ്. ക്ലോത്ത് കൊണ്ട് ചെയ്തൊരു ക്ലിപ്പാണിത്. അതിനുവേണ്ടി നമ്മളിവിടെ തുണി എടുത്തിട്ടുള്ളത് 21 സെൻറ്റിമീറ്റർ ലെങ്ത്തും 15 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ക്ലോത്തും, അതുപോലെ അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് 7 സെൻറ്റിമീറ്ററും ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലൊന്ന് മടക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്ലിപ്പാണിത്. ഇതിന് തയ്യൽ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല, സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് കൈകൊണ്ട് തുന്നിയാൽ മാത്രം മതി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലൊന്ന് മടക്കിയതിന് ശേഷം സെൻറ്ററിലൂടെ ഒന്ന് തുന്നിക്കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് ക്ലിപ്പിലും അലിഗേറ്ററിലും ഒക്കെ ഫിറ്റ് ചെയ്യുക. അതുപോലെ ഹെയർ ബോമിൽ വെക്കാൻ പറ്റും. എല്ലാം രീതിയിൽ ചെയ്താലും നല്ല ഭംഗിയാണ്. ഇതിന് വേണ്ടി എടുക്കുന്ന തുണി നല്ല ഗ്ലേസിങ് ഉള്ള തുണിയായിരിക്കണം. ഇതൊരു പ്രത്യേക തരം സാറ്റിൻ പോലത്തെ ഒരു ക്ലോത്താണ്. കുറച്ച് കോസ്റ്റ്ലി ആണ് ക്ലോത്ത്, എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇത് സൈഡിൽ നമുക്ക് ഈ ബട്ടർഫ്ലൈൻ്റെ 2 സൈഡിലും പല രീതിയിലായിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് കോർക്കാം. ഇവിടെ ഞാൻ പല മോഡലും ചെയ്യുന്നുണ്ട്. സെയിം കളറുള്ളൊരു ബീഡ് ലൈറ്റ് ബ്ലൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വൈറ്റ് പേൾ ബീഡ് ഉപയോഗിക്കുന്നുണ്ട്, ക്രീം കളറ് പേൾ ബീഡ് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പല രീതിയിലും കുറച്ചിങ്ങനെ അടുപ്പിച്ച് തുന്നിക്കൊടുക്കാം. ഇതിൽ വലുതും ചെറുതൊക്കെ മിക്സ് ചെയ്തിട്ട് തുന്നിക്കൊടുക്കാം. അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ തുന്നിക്കൊടുക്കാം, ഒരു സൈഡ് മാത്രം തുന്നിക്കൊടുക്കാം. പല രീതിയിലും കുറച്ച് വീതിയിലായിട്ട് 2 സൈഡിലും തുന്ന. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ തുമ്പ് പിന്നെ തുന്നുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ബാക്കിലെ ആ ഒരു ഭാഗം തുന്നുമ്പോൾ കൂടരുത് എന്നത് ശ്രദ്ധിക്കണം. ഫ്രണ്ടിൽ ആ ലെയറിൽ മാത്രം തുന്നിക്കൊടുക്കണം. ബാക്കിൽ ആ ലെയർ കൂടിയാൽ ബാക്കിൽ നിന്ന് കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇത് പശ തേച്ചൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ചെറിയ പീസ് ഇതുപോലൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അലിഗേറ്ററിൻ്റെ ഉള്ളിലൂടെ വെക്കണം, എന്നാൽ അലിഗേറ്റർ നല്ല സ്ട്രോങ്ങിൽ നിൽക്കുള്ളൂ അവിടെ. ഇതുപോലെ വെച്ചിട്ട് ഇനിയൊന്ന് തുന്നി കൊടുത്താൽ മതി. പശ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഫ്രണ്ടിലെ ക്ലോത്തിലൊന്നും പശ ആവാതെ നോക്കണം. അതായിക്കഴിഞ്ഞാൽ അവിടെ ഒരു അടയാളം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതുപോലെ ടൈറ്റാക്കി ഒന്ന് വെച്ച് 2 ഭാഗം സമമാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് തുന്നിക്കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണിത്. 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.